ഇന്ന് സെപ്റ്റംബർ 22 തിങ്കളാഴ്ച. ഇന്ന് നമ്മൾ 13 ദിവസം നീണ്ടു നിന്ന യൂറോപ്യൻ പര്യടനത്തിൻ്റെ അവസാന ദിവസമാണ്. ഇന്ന് നമ്മൾ കാണാൻ വന്ന കാഴ്ച വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഓരോ ദിവസത്തെ കാഴ്ചയും അടിപൊളിയായിരുന്നു, മനോഹരമായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്, ഒന്നൊന്നിന് മെച്ചമുള്ള കാഴ്ചകളാണ്. എന്നാൽ ഇന്നത്തെ കാഴ്ചയുടെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ രണ്ട് തരം കാലാവസ്ഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ മലകൾ, മലനിരകൾ, അവിടെ ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് കാണാൻ പറ്റി. വരുന്ന വഴിയിലൊക്കെ തന്നെ പല ടൈപ്പ്, ഇപ്പോൾ നമ്മൾ പിന്നെ അത്തിപ്പഴം കണ്ടു, അതേപോലെ പിന്നെ ഉറുമാമ്പഴം കണ്ടു, പല ടൈപ്പ് ഓഫ് ലെമൺസ്, നാരങ്ങ, അത് ഓറഞ്ചുകൾ കണ്ടു, പല ടൈപ്പ്, അങ്ങനെ പല പല ഫ്രൂട്ടുകളും നമ്മൾ വരുന്ന വഴിയിൽ ഒരു ചുരം കയറി പിന്നെ ഒരു ചുരം ഇറങ്ങിയിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ വഴിയിലൊക്കെ കണ്ടു. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാലോ ഞാൻ ബീച്ചാണ്, അടിപൊളി ബീച്ച്. വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. ഒരുപാട് ആളുകൾ അവിടെയൊക്കെ കുളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളും ചില വാട്ടർ ആക്ടിവിറ്റികളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമാൽഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു സൂപ്പർ ബീച്ച്. എന്നാൽ രണ്ട് തരം പിന്നെ കാഴ്ചകൾ നമുക്ക് നൽകുന്ന വലിയ മലനിരകളും അതിൻ്റെ കാഴ്ചകളും, വലിയ മലനിരകളെ കാഴ്ചകളും, അതോടൊപ്പം തന്നെ ഒരു ബീച്ചിൻ്റെ കാഴ്ചകളും ബീച്ചിലെ വാട്ടർ ആക്ടിവിറ്റികളും, നമുക്ക് വൈറ്റമിൻ ഡി പോലത്തെ അത് ആവശ്യമില്ല. ഇപ്പോൾ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഒക്കെ ഭയങ്കര ഡെഫിഷ്യൻസി ഉണ്ടാവും. കാരണം അവിടെ സൂര്യൻ്റെ വെളിച്ചം വളരെ കുറവുള്ള സ്ഥലങ്ങളുണ്ട്, മഞ്ഞ് മൂടിയ സ്ഥലങ്ങളും അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ബീച്ചിൽ കിടക്കുന്ന, അല്ലെങ്കിൽ ബീച്ചിൽ വന്ന് ഈ സൂര്യൻ്റെ വെളിച്ചം കൊള്ളുന്ന ആളുകളൊക്കെ ഉണ്ട്, സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടുന്ന, അതിനൊക്കെ വേണ്ടി വരുന്ന ഒരു വളരെ അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ അമാൽഫി ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അമാൽഫി ദ്വീപിൻ്റെ മനോഹരമായ കാഴ്ചകളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പ്രശസ്ത ബ്ലോഗർ മുഹമ്മദ്. ഓക്കെ ഗൈസ്, താങ്ക് യു.